നമസ്കാരം. ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രസക്തി നിലനിർത്താൻ കഴിയുന്ന ഒരു പുതിയ സെക്രട്ടറിയെ കണ്ടെത്തുക എന്നതാണ് CPM നേരിടുന്ന വെല്ലുവിളി. CPMനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ശക്തിക്ക് അതീതമായ പ്രാമുഖ്യം ലഭിച്ചിരുന്നു. അവരുടെ ധാർമ്മിക ശക്തിയായിരുന്നു ഈ പ്രത്യേക പരിഗണനയുടെ അടിസ്ഥാനം. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന താരതമ്യേന അഴിമതി രഹിതരായ നേതാക്കൾ എന്നിവയൊക്കെ സൃഷ്ടിച്ചതായിരുന്നു ഈ ധാർമ്മിക ശക്തി. എന്നാൽ നന്ദിഗ്രാം സംഭവവും അതിനുശേഷം ബംഗാളിലെ CPM സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ഈ ധാർമ്മിക ശക്തികളെ വലിയ തോതിൽ ചോർത്തിക്കളഞ്ഞിരുന്നു. ഭരണം നഷ്ടപ്പെട്ട ശേഷം ബംഗാളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളും കേരളത്തിലെ ലാവ്ലിൻ കേസുമെല്ലാം അഴിമതി രഹിതരെന്ന പ്രതിച്ഛായയും ഇല്ലാതെയാക്കി. ആണവ കരാറിന്റെ പേരിൽ UAPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് വലിയ തിരിച്ചടികൾക്ക് കാരണമായി. പ്രകാശ് കാരാട്ട് സെക്രട്ടറിയായ അവസാന കാലഘട്ടത്തിൽ പാർട്ടി വലിയ തോതിൽ ഒറ്റപ്പെടലിനെ നേരിടുകയായിരുന്നു. അവിടെ നിന്നും പാർട്ടിയെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു. സീതാറാം യെച്ചൂരി 3 ടൈം പൂർത്തിയാക്കുമ്പോൾ അടുത്ത സെക്രട്ടറിയെ MA ബേബി വന്നേക്കും എന്നായിരുന്നു പൊതുവെയുള്ള വിശ്വാസം. ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ദേശീയ തലത്തിൽ പ്രവർത്തിച്ച പരിചയമുള്ളയാളാണ് ബേബി. SFI പ്രസിഡന്റായ കാലം മുതൽ രാജ്യസഭാംഗമായപ്പോഴും പിന്നീട് PBയിൽ അംഗത്വം നേടിയപ്പോഴുമെല്ലാം ഡൽഹി കേന്ദ്രമാക്കിയാണ് ബേബി പ്രവർത്തിച്ചത്. സീതാറാം യെച്ചൂരി ജീവിച്ചിരുന്നുവെങ്കിൽ ബേബിയിലേക്കുള്ള സ്ഥാനമാറ്റം സുഗമമായേനെ. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രബലമായ ശക്തികൾക്ക് അഭിമതനായ വ്യക്തിയല്ല ബേബി എന്നത് പരസ്യമായ വസ്തുതയാണ്. ബേബി സെക്രട്ടറി ആയാൽ കേരളത്തിൽ CPM രാഷ്ട്രീയത്തിൽ വലിയ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയും. പിണറായി വിജയന് ശേഷമുള്ള കേരളത്തിലെ CPMന്റെ നേതൃത്വത്തെ തീരുമാനിക്കേണ്ട ഘട്ടത്തിൽ ബേബി സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത് അപകടകരമാണെന്ന് പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് അറിയാം. ബേബി സെക്രട്ടറി ആകുന്നത് തടയാൻ അവർ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. 2015 വിശാഖപട്ടണത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി സെക്രട്ടറി ആകുന്നത് തടയാൻ അന്നത്തെ കേരള ഘടകം ഏതാണ്ട് ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ്. യെച്ചൂരിക്ക് VS അച്യുതാനന്ദനുമായുള്ള അടുപ്പമായിരുന്നു അതിന് കാരണം. S രാമചന്ദ്രൻ പിള്ളയെ സെക്രട്ടറിയാക്കണമെന്നായിരുന്നു അവരുടെ മോഹം. ഒരു ഘട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താൻ മത്സരത്തിന് തയ്യാറാണെന്ന് യെച്ചൂരിക്ക് പരസ്യമാക്കേണ്ടിയും വന്നു. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്ട് ഒരുമിച്ച് നിന്നാണ് കേരളത്തിന്റെ നീക്കങ്ങളെയെന്ന് പരാജയപ്പെടുത്തിയത്. ബേബിയെ സെക്രട്ടറിയാക്കാതിരിക്കാൻ ഒരു നീക്കം കേരളത്തിൽ നിന്ന് ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ കേരള ഘടകം അന്നത്തെ പോലെ ഒറ്റക്കെട്ടായി നിൽക്കുമോ എന്നതാണ് അറിയേണ്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഈ സന്ദർഭം ഉപയോഗിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം MA ബേബിയോട് പിണറായി വിജയന് യാതൊരു താല്പര്യവുമില്ലാതെ ഇരിക്കുന്ന കാലഘട്ടമാണിത്. MA ബേബി, തോമസ് ഐസക് മുതലായ മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ ഒരു പുതിയ കുറുമുന്നണി തന്നെ CPMനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പിണറായിക്കെതിരെ വാളോങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് നേതൃത്വത്തിൽ സെക്രട്ടറി ബേബി വന്നാൽ അത് സ്വാഭാവികമായും സ്വീകാര്യമാവില്ല. ഇവിടത്തെ കാര്യങ്ങളിൽ പൂർണ്ണമായും ബേബി ശ്രദ്ധ പതിപ്പിക്കുന്ന അവസ്ഥ വരും. പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന സമയം കൂടിയാണ്. ഏതാണ്ട് കനൽ മുഴുവൻ അണഞ്ഞ കാലഘട്ടത്തിലേക്കായിരിക്കും എങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ ഇവിടെ ഒരു കുറുമുന്നണി ഉണ്ടാക്കി പിണറായിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ കൂട്ടർ സ്വാഭാവികമായും കേന്ദ്രതലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPMന്റെ കേരളത്തിലെ ഭാവി തന്നെ മാറ്റി എഴുതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിണറായിക്ക് സ്വന്തം കാര്യവും മരുമകന്റെ കാര്യവും കൂടി നോക്കേണ്ടതുകൊണ്ട് MA ബേബിയെ പൂർണ്ണമായും തഴയാൻ തന്നെയാണ് സാധ്യത. ഇതിന് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കാണുകയും ചെയ്യാം. നന്ദി.